നമ്മളങ്ങനെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയായിരുന്നല്ലോ എന്താവും ഫലമെന്നറിയാൻ. സർക്കാർ രൂപീകരണം സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ ഇന്ന് ചേരുന്ന NDA യോഗത്തിൽ നടക്കും. NDA യോഗത്തിന് ശേഷം സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശം ഉന്നയിച്ച് NDA നേതാക്കൾ രാഷ്ട്രപതിയെ കാണും. ഇന്ത്യ സഖ്യവും സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ തേടുകയാണ്. നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു തുടങ്ങിയ നേതാക്കളിലാണ് പ്രതീക്ഷ. നിർണായക ഇന്ത്യ സഖ്യ യോഗവും ഇന്ന് വൈകിട്ട് ചേരും. ഡൽഹിയിൽ നിന്ന് B. ബാലഗോപാലും അനൂപ് ദാസും ചേരുന്നുണ്ട്. അവരിലേക്ക് ഗുഡ് മോർണിംഗ് രണ്ടാൾക്കും. ബാലഗോപാൽ, അനൂപ് ദാസ്. അനൂപെ, അങ്ങനെ രണ്ട് കൂട്ടരും ഞാൻ നേരത്തെ ഇഞ്ചോടിഞ്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് എന്ന് ഞാനൊരു പരാമർശം നടത്തിയപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയുണ്ടായി അതെങ്ങനെ ശരിയാവുമെന്ന്. അത് ശരിയാവുന്നത് 400-ന് മേലെ സീറ്റ് കിട്ടുമെന്ന്, വമ്പൻ വിജയമുണ്ടാവുമെന്ന് ആത്മവിശ്വാസമുണ്ടായിരുന്ന NDAക്കാണ് ഈ ഒരു എണ്ണത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് എന്നിടത്തല്ലേ. അപ്പോൾ എന്താവും ഇന്ന് കാര്യങ്ങൾ? രണ്ടു കൂട്ടരും ചർച്ച നടത്തുന്നുണ്ട്, സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്താവും അവസ്ഥ? മോത്തി പറഞ്ഞത് ശരിയാണ്. കാരണം 400-ലധികം സീറ്റ് ലഭിക്കും സഖ്യത്തിന്, 370 BJPക്ക് മാത്രം എന്നെല്ലാം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച BJP 240-ലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. 32 സീറ്റ് കൂടി വേണം ഒരു സർക്കാർ രൂപീകരിക്കാൻ. അതിന് JDUവും TDPയും സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കണം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന വാർത്ത TDPയും JDUവും സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ആർക്ക് കൊടുക്കുമെന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ ലഭിക്കാതിരിക്കുമ്പോൾ അപ്പം പോകുന്നുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച വാർത്തകളും വിശദാംശങ്ങളും തന്നെയാണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടാവുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വൈകിട്ട് നടക്കാൻ പോകുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ആദ്യം നമുക്ക് NDAയുടെ നീക്കങ്ങൾ എന്ന് പരിശോധിക്കാം. B. ബാലഗോപാൽ എനിക്കൊപ്പം. ബാലചേട്ടാ, NDA എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്? അനൂപ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ അനൂപ് നേരത്തെ പറഞ്ഞതാണ്. അതായത് സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് NDAയിൽ ഇതിനോടകം തന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് JDUവും TDPയും സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം അനൂപ് നേരത്തെ പറഞ്ഞതുപോലെ 32 സീറ്റുകളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷത്തിന് കുറവ് എന്നത്. ആ സാഹചര്യത്തിൽ BJP അവരുടെ പ്ലാൻ B എന്ന നിലയിൽ ചെറിയ പാർട്ടികളെയും മറ്റും ഈ പിളർത്തുകയും അവരുടെ ഭൂരിപക്ഷം കൂട്ടുന്നതിനും, അതായത് പിളർത്തി അവർക്കൊപ്പം നിർത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഈ TDPയും JDUവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതിനിർണായകമായ സ്പീക്കർ സ്ഥാനത്തേക്ക് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകരുതെന്നാണ് ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. 1999-ൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിൻ്റെ സമയത്ത് TDP നേതാവായിരുന്ന TMC ബാലയോഗിയായിരുന്നു അന്ന് ഈ കേന്ദ്രത്തിൽ പാർലമെന്റിൽ ലോക്സഭാ സ്പീക്കറായിട്ടുണ്ടായിരുന്നത്. ആ രീതി പോലെ ഇത്തവണ ഈ സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് ലഭിക്കണമെന്ന ഒരു ആവശ്യമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നൈറ്റ് മെയറാണ് ഈ ആവശ്യം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം സ്പീക്കർ സ്ഥാനം വളരെ നിർണായകമാണ്. ചെറിയ പാർട്ടികളെ പുലർത്തി തങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വേണ്ടി BJP ശ്രമം നടത്തിയേക്കാം. ആ ശ്രമത്തിന് തടയിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്പീക്കർ സ്ഥാനമെന്ന നിർണായകമായ സ്ഥാനം BJPക്ക് നൽകാൻ വേണ്ടി കഴിയില്ല, അത് തങ്ങൾക്ക് നൽകണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും BJPയുടെ അനൗദ്യോഗികമായ ചർച്ചകളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം വരുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നത്തെ യോഗത്തിൽ ചന്ദ്രബാബു നായിഡു പങ്കെടുക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ആന്ധ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുന്നതായിരിക്കും. ഉച്ചയ്ക്ക് അദ്ദേഹം ഡൽഹിയിൽ എത്തുന്നതായിരിക്കും. തുടർന്ന് ഇന്നത്തെ ഈ NDA യോഗത്തിൽ ചന്ദ്രബാബു നായിഡു പങ്കെടുക്കും. JDU ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ BJPയിൽ നിന്ന് വളരെ കാറ്റഗോറിക്കലായ ആദ്യ ആവശ്യം ഈ രണ്ട് പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ആവശ്യം ഈ രണ്ട് പാർട്ടികളും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്പീക്കർ പദവിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അത് BJP ആകാൻ വേണ്ടി പാടില്ല, അത് തങ്ങൾക്ക് തരണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ അനുഭവമൊക്കെ ആളുകൾക്ക് മുന്നിലുണ്ട്. കാരണം ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ശിവസേനയെ പിളർത്തി, അതിനപ്പുറത്തേക്ക് NCPയെ പിളർത്തി, രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളെ നേതാക്കളെ കൊണ്ടുപോയി സ്പീക്കർമാരെ വെച്ചാണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP ഭരണം പിടിച്ചത്. ആ ഭരണം പിടിച്ചതിന്റെ ഒരു കാര്യം ഏതാണ്ട് മറ്റു പല പാർട്ടികൾക്കും അറിയാം. നമ്മളിവിടെ ഈ ചർച്ച ചെയ്യുമ്പോൾ TDPയും JDU ഒക്കെ മാത്രമാണ് പറയുന്നത്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുണ്ട്, ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിയുണ്ട്. അങ്ങനെ പല പാർട്ടികളും അവർ ലക്ഷ്യം വയ്ക്കും. ഇതിനു പുറമെ ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികളെ അവർ
അവർ ലക്ഷ്യം വെച്ചേക്കാം. അതെല്ലാം കൊണ്ട് ഈ 32 എന്നുള്ള മാജിക് ഫിഗർ, അതായത് 272 എന്ന മാജിക് ഫിഗറിലേക്ക് എത്താൻ വേണ്ടി BJP ശ്രമിക്കുമെന്ന ആശങ്ക ഈ പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ടാണ് സ്പീക്കർ പദവിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതാണ് ഈ നിമിഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. കാരണം 370 ഒറ്റയ്ക്ക് നേരിടും എന്ന് പറഞ്ഞ ആത്മവിശ്വാസം നിന്ന ഒരു പാർട്ടി അവർക്കിപ്പോൾ അധികാരത്തിലേക്ക് എത്താൻ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ മറ്റു ചെറു കക്ഷികൾക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഇന്ത്യ സിക്കിം യോഗം ചേരുകയാണ് ഇന്ന് വൈകിട്ട് 6 മണിക്ക്. മമത എത്തും, ഒരുപക്ഷെ സ്റ്റാലിൻ എത്തും, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തും. ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നാളെ വൈകിട്ട് 6 മണിക്ക് തീരുമാനിച്ചു പറയാമെന്നാണ് ഇന്നലെ വൈകിട്ട് 5:30 വാർത്താ സമ്മേളനം നടത്തി ഖാർഗെയും പറഞ്ഞു. അതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗികമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് സർക്കാർ രൂപീകരണത്തിന് അവരും ശ്രമിക്കുമെന്ന്. ഇന്നലെ KC വേണുഗോപാൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങളും ശ്രമം നടത്തുമെന്ന്. ഇപ്പോൾ TDPയും JDUവും ആവശ്യമുന്നയിച്ചത് സ്പീക്കർ സ്ഥാനത്തിനാണ്. അത് ലഭിക്കാതെ വന്നാൽ ഇവർ അപ്പുറത്ത് ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസരം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം കടന്നു പോവുകയാണ്. ആര് പ്രധാനമന്ത്രി എന്നതിന് ഒരു 60-70% സാധ്യത നരേന്ദ്രമോദിക്ക് തന്നെ പറയാം. പക്ഷേ സാധ്യത അപ്പുറത്തും കിടക്കുന്നുണ്ട് എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. മോത്തി. ശരി, അനൂപ് ദാസ് ബാലഗോപാൽ.